ഹലോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ്. പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ്. ആക്ച്വലി ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഇൻട്രോ പറയുന്ന ടൈം എന്ന് പറഞ്ഞാൽ 12 മണി 6 മിനിറ്റ് ആയിട്ടുണ്ട്. കാണിച്ചു തരാം. സോറി 12:08 ഗൈസ്. 2 മിനിറ്റ് അതിനിടയ്ക്ക് പോയി. അവിടെ ഞാൻ ടൈം നോക്കിയിട്ടാണ് വന്നത്. എന്നിട്ട് വന്ന് ഇൻട്രോ പറഞ്ഞിട്ട് പോയി നോക്കിയപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ്. വളരെ പെട്ടെന്നായിരുന്നു ഗായ്സ്. അപ്പൊ ഇന്നത്തെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോകണം, നെടുമങ്ങാട് ബാങ്കിൽ പോകണം. അപ്പൊ അതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനി അങ്ങോട്ട് പോണ വഴിക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഷൂട്ട് ചെയ്യണം, കണ്ടന്റ് ഉണ്ടെങ്കിൽ എടുക്കണം, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് റെഡി ആവാൻ ഗൈസ്. ഞാൻ ഇപ്പൊ വീട്ടിലെ കണ്ടോ എന്തോ വീട്ടിലെ ഡ്രസ്സിലാണ് ഞാൻ നിൽക്കണം. നമുക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റായി റെഡിയായി വരാം. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാം ചേഞ്ച് ആയി. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ടീഷർട്ട്, ബാഗ്, പാന്റ് ഇതാണ് ഗൈസ്. ഇനി ഇവിടുന്ന് ഒരു കാട്ട് വഴിയുണ്ട്. ആ കാട്ട് വഴി കൂടെ പൊത്തി ചാടി നേരെ റോട്ടി ഇറങ്ങി. അത് ഷോർട്ട് കട്ടാണ്. നമുക്ക് അതിലേ കൂടെ ഇറങ്ങി പോകാം. കാണിച്ചു തരാം. ഈ കാട്ടിന്റെ ഇടയിൽ കൂടെ കണ്ടോ, ഇട വഴി കൂടെ കയറി നമ്മള് അപ്പുറം പോകണം. ഇതിലേ കൂടെ കയറി പിന്നെ മോളിൽ കൂടെ കയറി കെട്ടിടത്തിന്റെ സൈഡിൽ കൂടെ ഇറങ്ങും. വലിയ ഹാർഡൊന്നുമില്ല, എന്നാലും നമുക്ക് ഈ ഇടവഴി എല്ലാം കൂടെ ഈ ഷോർട്ട് കട്ട് ആയതുകൊണ്ട് കയറി അപ്പുറം എത്തണമെന്നേ ഉള്ളൂ. അത്രയും വെയിൽ കുറയും ഗൈസ്. മറ്റേ നമ്മൾ റൗണ്ട് ചെയ്ത് വളഞ്ഞ് മൂക്ക് പിടിക്കുമ്പോൾ. ഓക്കെ, റോഡെത്തിയിരിക്കുന്നു. കണ്ടില്ലേ, തോട് ഞാൻ കാണിച്ചു തരാം. തോട് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കുറഞ്ഞ് കിടക്കണം. ഇനിയിപ്പോൾ ഇതിലൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. ബാങ്കിൽ വന്നായിരുന്നേ, പക്ഷെ ബാങ്ക് അടച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയായി. പണി കിട്ടിയായി. ആക്ച്വലി ഇവിടെ നമ്മൾ നെടുമങ്ങാട് ബാങ്കിൽ വന്നിട്ട് ഇന്ന് ഏപ്രിൽ 1 എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്ന് കലണ്ടറിൽ അത് നോക്കിയിട്ട് വന്നതാണ്. ഇപ്പം വന്ന അരമണിക്കൂറായാലും അതെന്നാൽ നമുക്ക് വേസ്റ്റ് ടൈം. അണ്ടർസ്റ്റാൻഡ് പോയിട്ട് നമുക്ക് നേരെ വീട്ടിൽ തിരിച്ചു പോകാൻ കഴിയും. അതേ നടക്കുന്നു. വെയിൽ അതിൻ്റെ ഉച്ചയിൽ നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, റോഡ് സൈഡ് വെയിലത്ത് നിന്ന് ഞാൻ പൊള്ളയാണ്. നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് ഡെയിലി വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ഒരു ഡേയിൽ ഞാൻ ബാങ്കിൽ വരാൻ വിചാരിച്ചു. കാരണം കുറച്ച് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതും നടന്നില്ല. വ്ളോഗിൻ്റെ കുറേ കാര്യങ്ങളൊന്നും 4 മണിക്ക് തന്നെ എഡിറ്റ് ചെയ്ത് 5-6 മിനിറ്റ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ നേരെ ഇവിടെ വന്നു. നമുക്ക് ബാങ്ക് തുറന്നില്ല. പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ ഒരു വിഷമായി പോയി കഴിച്ചു. അത്രയും ടൈം വേസ്റ്റ് ആയി. അതാണ് സംഭവം. ഇവിടെ ഒരു പോസ്റ്റും ഉണ്ട്. ഞാൻ ഇവിടെ പോസിറ്റീവായി നിൽക്കണം. അങ്ങനെ 2 പോസ്റ്റ് അങ്ങനെ നിൽക്കുകയാണ്. ഈ ബസ് വന്നാൽ മാത്രമേ ഒന്ന് കയറി പോകാനായിട്ട് പറ്റും. ഗൈസ്, അപ്പോൾ ഫൈനലി വീട്ടിൽ തിരിച്ചെത്തി. ഏപ്രിൽ 1 തന്നെ പണി കിട്ടി. അതെന്താണെന്ന് ഞാൻ പറയാം. എന്തൊരു ചൂട് ഗൈസ്. വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റണില്ലേ. റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയപ്പോൾ തന്നെ ഒടുക്കത്തെ ചൂട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ സ്റ്റോപ്പിൽ നിന്ന് അവിടെ ബസ് കയറി നേരെ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ വന്ന് നേരെ ബസ് കയറി നേരെ വീട്ടിൽ വന്നു. അതിനുള്ള സമയം ആയതേ ഉള്ളൂ. ഇപ്പൊ 2 മണി സംതിങ് ആയി. ചൂട് ഒരു രക്ഷയില്ല ഗായ്സ്. ഇപ്പോൾ ടൈം 2 മണി എന്തായാലും കഴിഞ്ഞാണോ. 2 മണി എന്തായാലും കഴിഞ്ഞു. വയറും പശക്കണം. ഇത്രയും വെയിലും എല്ലാം കൂടെ കൊണ്ട് എൻ്റെ തലവേദന എടുക്കണം. ഏപ്രിൽ 1 ബാങ്ക് എന്നെ ഏപ്രിൽ ഫുൾ ആക്കിയെന്ന് പറയാം. ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇന്ന് തന്നെ പോയി പൈസ എടുക്കാന്നുള്ള രീതിയിലാണ് ഇന്ന്. ബട്ട് നടന്നില്ല ഗായ്സ്. ടൈം വേസ്റ്റ് ആയി. ഒരു 2-3 മണിക്കൂർ ടൈം വേസ്റ്റ് ആയി. ഇവിടുന്ന് നേരെ നടന്നു പോയി ബസ്സിൽ കയറി നേരെ നെടുമങ്ങാട് പോയി. പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് നടന്ന് ബസ്സിൽ കയറി നേരെ തിരിച്ച് വീട്ടിൽ വന്നു. ഇത്രയും ടൈമാണ്. വെയിൽ കൊണ്ട് ഊപ്പാടായി. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഫുഡ് കഴിക്കണം, ബാക്കിയുള്ള വ്ളോഗ് എഡിറ്റ് ചെയ്യണം, ഇന്ന് വ്ളോഗ് ഇടണം. പിടിപ്പത് പണി കയ്യിലുണ്ട്. അയ്യോ കൈയും കാലൊക്കെ കിടക്കണേ. അയ്യോ ഇനി എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ ഗൈസ്. നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ, കടുമാങ്ങ, ബീട്രൂട്ട് തോരൻ, പൊരിച്ച മുളക്, മീൻകറി, പരിപ്പ്. അപ്പൊ ഷൂട്ട് ചെയ്യാനുള്ള ക്ഷമയില്ല ഗൈസ്. ഞാൻ പോയി കഴിച്ചിട്ട് വരാം. അയ്യോ ഗായ്സ്, ഇപ്പോൾ ടൈം 6 മണി കഴിഞ്ഞ്. ഞാൻ വീഡിയോ റെൻഡർ ചെയ്തോണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. റെൻഡർ ചെയ്ത് ഏകദേശം 1/4 ഭാഗമായുള്ളൂ. ഞാൻ അതല്ല പറയാൻ വന്ന, വേറൊരു സംഭവം നടന്നു ഗൈസ്. കാണിച്ചു തരാം. മഴ പെയ്ത് ഗൈസ്. ഞാൻ എന്താ പുറത്തിറങ്ങിയോ മഴ പെയ്ത്. ദൈവമേ, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഉച്ചയ്ക്ക് അത്രയും കട്ട വെയിലായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പുറത്തിറങ്ങി എഡിറ്റ് ചെയ്ത് പുറത്തിറങ്ങി വന്ന് നോക്കിയപ്പോൾ മഴ പെയ്തിരിക്കുന്നു. ആ ഒരു ചൂടിന് ശമനം. നമ്മൾ ഇത്രയും നേരം ഭയങ്കര കട്ട ചൂട് ഇരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു ഇത്രയും ചെറിയൊരു മഴ പെയ്തപ്പോൾ ഒരു ആശ്വാസം. മഴ വന്നേ. യെസ്, മഴ വന്ന് ഗൈസ്. മഴ നമ്മുടെ ഈ വെയിലിന് ശേഷം വീണ്ടും ഒരു മഴ വന്നിരിക്കുകയാണ്. അയ്യോ അതിന്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ടല്ലോ. അയ്യോ അതൊന്ന് ഏതൊരു ഇരുട്ടിന് ശേഷവും സൂര്യൻ ഉദിച്ചു വരും എന്ന് പറഞ്ഞതുപോലെ ഏതൊരു വേനലിന് ശേഷവും മഴ പെയ്തിരിക്കും ഗൈസ്. വാ, മാസ് ഡയലോഗ്. കുറച്ചുകൂടെ വലിയ മഴ പെയ്യുന്ന നമുക്കൊന്ന് പൊളിക്കായിരുന്നു കഴിച്ചിട്ട്. മഴയത്ത് കിടന്ന് ഡാൻസ് കളിച്ച് സെറ്റാക്കായിരുന്നു. കാരണം കുറെ നാളിന് ശേഷം വരെ നമുക്ക് മൊത്തത്തിൽ എൻജോയ് ചെയ്ത് വൈബാക്കായിരുന്നു. അത്രയ്ക്കുള്ള മഴ പെയ്തില്ല. ഞാൻ എഡിറ്റ് ചെയ്ത് വെളിയിറങ്ങിയത് ചെറിയൊരു മഴ പെയ്തുള്ളൂ. പക്ഷേ ഭൂമി തണുക്കാനുള്ള ഒരു ചെറിയ മഴ പെയ്ത് അത് ഭയങ്കര ആശ്വാസമാണ് ഗൈസ്. ഈ ചൂടത്ത് ഇത്രയും ചൂടെടുത്ത് അകത്തിരിക്കുന്നു. അപ്പൊ പുറത്തിറങ്ങിയോ എന്താ മണ്ണിൽ ചവിട്ടിയാണ് നിൽക്കണം. ഞാൻ ചെരുപ്പില്ലാതെ നിൽക്കണം. കണ്ടില്ലേ, മണ്ണിൽ ചവിട്ടുമ്പോൾ അതിന്റെ തണുപ്പ് അറിയാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഒരു നല്ല തണുപ്പായി. ആ ഒരു തണുത്ത കോൾഡ്, തണുത്ത ഫീല്, തണുത്ത എന്താണ് ആ തണുത്ത സംഭവങ്ങളെല്ലാം ഉണ്ട്.
ആ ഒരു ചൂട് സംഭവം എല്ലാം മാറി ഗായ്സ്. അപ്പൊ നെക്സ്റ്റ് ഡേ അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ ഔട്ട്റോ എടുക്കാൻ പോവുകയാണ്. പതിവുകളൊന്നും തെറ്റിക്കാനില്ല. ഇന്നലത്തെ ഒരു ഡേയിൽ അത്രയും സംഭവം മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യുള്ളൂ ഗൈസ്. അതിനുശേഷം പിന്നെ എഡിറ്റിംഗ് ആയിരുന്നു. എഡിറ്റിംഗിന്റെ ഇതിൽ വേറെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. നേരെ പിന്നെ അതിനുശേഷം ഫുഡ് കഴിച്ച് കുറച്ച് ഒരു 2 പേജ് എന്താ വായിച്ചായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഇന്നലത്തെ ഡേയിൽ വേറെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നലത്തെ ഡേയിൽ ഞാൻ ഏപ്രിൽ ഫുള്ളായ ദിവസമാണ്. ഞാൻ അത് ഒരിക്കലും മറക്കില്ല. ഏപ്രിൽ 1 ഞാൻ ഇനി ബാങ്കിലും പോകില്ല. അത് തീരുമാനിച്ച കാര്യമാണ്. ഏപ്രിൽ 1 ബാങ്കിന്റെ കണക്കെടുപ്പോ അങ്ങനെ എന്തോ സംഭവങ്ങളാണ്. എന്തായാലും ബാങ്ക് എന്നെ ഏപ്രിൽ ഫുള്ളാക്കി ഗൈസ്. ഇതിന്റെ ടൈറ്റിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഏപ്രിൽ 1 ഞാൻ ബാങ്കിൽ പോയപ്പോൾ സംഭവിച്ചത്. വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോയാണ്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സംഭവിച്ചു കഴിഞ്ഞല്ല നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലതിന്, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. വൺ ഐഡിയ ലൈഫ്. ബൈ. So violently, thanks for trying me. Now it's finally time to see how this rivalry becomes a dynasty.